ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മീൻകറിയാണ് വെക്കുന്നത്. മത്തി, ഞങ്ങളുടെ ഇവിടെയൊക്കെ മത്തി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇവിടെയൊക്കെ ചാളയെന്നൊക്കെ ആയിരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ രാവിലെ മത്തി മേടിച്ച് ഞാനപ്പോൾ അത് വെട്ടി കറി വെക്കാനായിട്ടുണ്ട് ഉള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം പാത്രം ചൂടാക്കണം. പിന്നെ ഞാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും 2-3 കഷ്ണം ചുവന്നുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കുഴമ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാത്രം ചൂടായി. നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായിട്ട് വരുന്നുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് 3 കഷ്ണം ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവയൊന്നും വീട്ടിലൊക്കെ ഉലുവ പൊടിച്ചതാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 2-3 കഷ്ണം ഉലുവ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ ഈ കൂട്ടത്തിൽ ഞാൻ 2-3 കഷ്ണം ഉലുവ ഇട്ട് കൊടുത്തു. ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെയും പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കരിയാതെ എന്തെങ്കിലും തെറ്റുകളല്ല, നിങ്ങളുടെ രീതിയിൽ മീൻകറി വെക്കുന്ന ഇങ്ങനല്ല എന്നുള്ളവർക്ക് പറഞ്ഞു തരാം കേട്ടോ. മീൻകറിക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം ചക്ക ഇരിപ്പുണ്ട്, ചക്ക വേവിക്കാൻ ഇരിപ്പുണ്ട്. അപ്പം കാശിക്കുട്ടൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവനെ വെച്ച് ഒറ്റയ്ക്ക് എനിക്ക് ചക്ക പൊറുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേട്ടായി വരുമ്പോഴത്തേക്ക് എല്ലാം അളക്കി പെറുക്കി എടുക്കാമെന്ന് വെച്ചേക്കുവാണ്. അല്ല, അവനെ കൊണ്ട് പറ്റത്തില്ല. അവൻ അതിലെല്ലാം വന്ന് കൈയിട്ട് കയ്യിലൊക്കെ അരക്ക് പറ്റും. ചൂടായി കഴിഞ്ഞിട്ട് നമുക്കത് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
നേരത്തെ ഞാൻ ഈ സാധനം വെച്ച് സ്റ്റീൽ പാത്രത്തിൽ ചായ എടുത്തപ്പം ഒന്ന് പോയായിരുന്നു, എൻ്റെ ദേഹത്ത് വീണായിരുന്നു ചായ എൻ്റെ ദേഹത്ത് വീണായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് വെച്ച് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ദേഹത്തൊക്കെ വീഴുമെന്ന്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഈ ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുത്തു. അങ്ങനെ ചട്ടി എടുത്തതിന് അടുപ്പിലോട്ട് വെക്കാം. ഉപ്പ് ചേർക്കണം, കറിവേപ്പില ഇടണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മീനെടുത്ത് കറി വെച്ചതേ ഉള്ളൂ, ബാക്കി ഞാനെടുത്ത് വറക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വറക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഞാനപ്പോൾ ഓർത്ത് ചക്കയുള്ളത് കൊണ്ട് കറി വെച്ചാൽ ചക്കയുടെ കൂടെ കറി വെച്ചാൽ കൂട്ടാകല്ലോ എന്ന് ഓർത്താണ് കുറച്ചെടുത്ത് കറി വെച്ച് ബാക്കി എടുത്ത് വറക്കാനും വെച്ച്. അപ്പം ഞാൻ ഇതുവരെ കാശിക്കുട്ടന് മത്തിയും കിളിമീൻ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഞാനെല്ലാം കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കേട്ടോ. നമുക്ക് കറിവേപ്പില വിതറി കൊടുക്കാം. നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ മീൻകറി തിളക്കട്ടെ അവിടെ നിന്ന്. മഴക്കോളം ഉണ്ട്, വെയിലും വരുന്നുണ്ട്. ഇങ്ങനത്തെ രീതിയിൽ നിൽക്കുക. അപ്പം മീൻകറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചക്ക വൈകുന്നേരത്തേക്ക് എടുക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ചോറും അരി അടുപ്പേ കിടക്കുന്നതേ ഉള്ളൂ. കാശിക്കുട്ടൻ വഴക്കായതുകൊണ്ട് എല്ലാം താമസിച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. കാപ്പി രാവിലെ ഉണ്ടാക്കി. എനിക്കൊന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇനി ഞാൻ മുമ്പോട്ട് വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ മോശമായിട്ടുള്ളതാണെങ്കിൽ മോശം കൊള്ളില്ല എന്ന് നിങ്ങൾക്ക് പറയാം, എങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചില തെറ്റുകൾ വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞൊക്കെ തരുമ്പോഴല്ലേ നമുക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ ഇന്നത്തെ മീൻകറി മത്തിക്കറി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എൻ്റെ മീൻകറി ഇവിടെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മീൻകറി തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് കാശിക്കുട്ടൻ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. കാശി എൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചുകൊണ്ട് പോയതാണ്. ഇനി കൊണ്ടുവന്നേ. കാശിക്കുട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് കറി വെക്കുക, ഞാനത് പിടിച്ചെടുക്കാനുള്ള സാധനം എൻ്റെ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ കാർട്ടൂൺ അവിടെ വെച്ച് കൊടുത്തേക്കുക. അത് യൂട്യൂബ് കണക്ട് ചെയ്ത് വെച്ച് കൊടുത്തേക്കുക. പക്ഷെ അവിടെ ഇരിക്കത്തില്ല. 5 മിനിറ്റ് കൂടുമ്പോൾ ഓടി വരും. ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. തേങ്ങ. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വലിയ മത്തിയായിരുന്നു. അപ്പം ഞാൻ ഒത്തിരി അങ്ങ് ചെറുതാക്കിയില്ല.
ചെറുതായിട്ടുള്ളത് 3 പീസായിട്ട്, വാലൊന്ന്, നടുക്കൊന്ന്, തലയുടെ അവിടെ ഒന്നായിട്ട് മുറിച്ചു. ബാക്കി അങ്ങനെ ചെറുതായിട്ടുള്ളതൊക്കെ ഞാൻ 2ആയിട്ട് മുറിച്ചു. തലയുടെ അവിടെ നിന്ന് മുകളിലോട്ടും വാലിൻ്റെ അവിടെ നിന്ന് താഴോട്ടും അങ്ങനെ നടുക്ക് വെച്ച് മുറിച്ചു 2ആയിട്ട് ഇട്ടിട്ടുണ്ട്. വേറെ തിളച്ചിട്ട് വേണം എനിക്കിനി കാശിക്കുട്ടനെ കുളിപ്പിക്കുക, തല കഴുകണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം മേല് കഴുകണം, ഇച്ചിരി ചൂടുവെള്ളം ചൂടാക്കി മേല് കഴുകിയിട്ട് ഉറക്കാൻ നോക്കണം. ഉറങ്ങാൻ ചാൻസ് കുറവാണ്, ഉറങ്ങത്തില്ല, എന്നാലും ഉറക്കാൻ നോക്കണം. ഉറങ്ങിയിട്ട് എനിക്ക് കുളിക്കണം. പിന്നെ പാത്രമൊക്കെ കഴുകാൻ ഒരുപാടിരിക്കുന്നു, അതെല്ലാം കഴുകണം. വഴക്ക് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. തുണി അലക്കി രാവിലെ വിരിച്ചു, രാവിലെ കാപ്പി ഉണ്ടാക്കി, അത്രയും ചെയ്തതേ ഉള്ളൂ. പിന്നെ മീനും വെട്ടി അത് കറി വെക്കാമെന്ന് വെച്ചെടുത്ത്. രാവിലെ കാപ്പി ഉണ്ടാക്കിയ വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടിടാം. അപ്പം നമ്മുടെ മീൻകറി ഇതേണ്ടേ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ചക്ക വേവിക്കുന്ന വീഡിയോ വൈകിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ വൈകിട്ട് എടുത്തിട്ടിടാം. ഇവൻ്റെ കാശിക്കുട്ടൻ്റെ ഇതുപോലെ ഇരിക്കും വീഡിയോസൊക്കെ എടുക്കുന്നത്, അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും എനിക്ക് എടുത്തിടാൻ പറ്റാത്തത്. ഞാനപ്പോൾ ഇനി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ, കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ എടുത്തിടാം. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നും കൂടെ പറയുക, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റ് തീർച്ചയായിട്ടും ഇടണം കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെ കൊള്ളാം, ചെയ്തത് നന്നായിട്ടുണ്ട്, സൂപ്പറാന്ന് പറയണ്ട, കൊള്ളാം എന്നൊരു വാക്ക് നമ്മൾ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളുടെയൊക്കെ കമൻറ്റിന് വേണ്ടി നോക്കി എന്നും ഞാൻ എടുത്ത് നോക്കാറുണ്ട്. കമൻറ്റ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ, കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ടോ. പക്ഷേ അങ്ങനെ വലിയ കമൻറ്റുകളൊന്നും വരാറില്ല, അതുകൊണ്ട് എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഇന്നത്തെ മീൻകറി, മത്തിക്കറിയുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിലേ നമ്മുടെ മീൻകറി തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ച് തിളപ്പിക്കാമെന്ന് പറഞ്ഞാൽ തിളയ്ക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അടച്ച് വെച്ചാണ് മീൻകറി തിളപ്പിക്കാറുള്ളത്. നമ്മുടെ മീൻകറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. പച്ച വെളിച്ചെണ്ണ എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞ കാശിക്കുട്ട, ഒരു ഹായ് പറഞ്ഞ എല്ലാവരോടും. ഹായ്, ഒരു പാട്ട് പാടി കേൾപ്പിച്ച്, കാക്കേ പാടി കേൾപ്പിച്ച്. പൂപ്രു എന്ന് പറയുന്ന വണ്ടി കേട്ടോ, വണ്ടിക്ക് പൂപ്രു എന്നാ പറയുന്നേ. അതിപ്പോൾ തേങ്ങ എടുത്തിട്ട് പോയി, തേങ്ങ ഞാൻ പൊട്ടിച്ച് വെച്ചത് എടുത്തിട്ട് പോയി, ചിരകാൻ എടുത്തിട്ട് പോയി തേങ്ങ കടിച്ച് തിന്നതാണ്. മുഖത്ത് തേങ്ങ ഇരിക്കുന്നത്. അതെ, കുഞ്ഞിൻ്റെ പൂപ്രു കണ്ടോ എല്ലാവരും? എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേ കാശിക്കുട്ട, ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ഫ്ലൈങ് കിസ് കൊടുക്കുക, എങ്ങനെ ഫ്ലൈങ് കിസ് കൊടുക്കുന്നേ? എല്ലാവരോടും ടാറ്റ പറ, ടാറ്റ കൊടുത്തേ എല്ലാവർക്കും. ടാറ്റാ. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ.